ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. വസുന്ധര കരഞ്ഞുകൊണ്ട് വർമ്മയോട് പറയുകയാണ്, എന്നാലും ഐശ്വര്യ, അവളെ ഞാൻ എൻ്റെ മകളെ പോലെയല്ലേ സ്നേഹിച്ചത്. ശ്യാമയെ പോലും അവള് കാരണമാ ഞാൻ വെറുത്തത്. എന്നിട്ടിപ്പോ ആനന്ദേട്ടൻ കണ്ടില്ലേ എന്താ സംഭവിച്ചതെന്ന്. എന്നാലും നമ്മുടെ അരുണിൻ്റെ ജീവിതത്തിൻ്റെ കാര്യമോർത്തിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ആനന്ദേട്ട എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് വസുന്ധര. വസു താൻ മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആകാൻ വർമ്മ പറയുമ്പോൾ വസുന്ധര ചോദിക്കുകയാണ്, ആനന്ദേട്ട, ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് ആനന്ദേട്ടൻ കേൾക്കുമോ? നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും നല്ലത് വരാനായി ഞാൻ ചില കാര്യങ്ങൾ ഓർത്തു വെച്ചിട്ടുണ്ട്. എന്താ അത്? കേൾക്കട്ടെ എന്ന് വർമ്മ പറയുമ്പോൾ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം വസുന്ധര ആനന്ദവർമ്മയോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വാടക വീട്ടിൽ നിൽക്കുന്ന ഐശ്വര്യയും സുരഭിയുമാണ്. എന്നെ കൊണ്ട് ഈ വീട്ടിൽ നിൽക്കാനൊന്നും സാധിക്കില്ല. AC പോലുമില്ല. മര്യാദയ്ക്കുണ്ടോ ഫാൻ കറങ്ങുന്നു? അതുമില്ല. ആ ബെഡോ, അത് കണ്ടിട്ട് തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ വേറെ വീടെടുക്കണമെന്ന് ഐശ്വര്യ പറയുമ്പോൾ സുരഭി പറയുകയാണ്, നിന്റെ കൈ പണമുണ്ടെങ്കിൽ എടുക്ക്, നമുക്കൊരു ലക്ഷറി വീട് തന്നെ വാടകയ്ക്ക് എടുക്കാം. എൻ്റെ മമ്മി ആ ടെക്നീഷ്യന് കൊടുത്തതിൻ്റെ മിച്ചം 500 രൂപ മാത്രമാ എൻ്റെ അക്കൗണ്ടിലുള്ളത്. എന്നാ പിന്നെ ഈ വീട് അങ്ങോട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, അത്ര തന്നെ. അല്ലെങ്കിലേ ചുറ്റും കടക്കാരാണ്, എപ്പോൾ വേണമെങ്കിലും അവർ മണത്തിങ്ങോട്ടേക്ക് വരാം. അവരിൽ നിന്നും ഒരു രക്ഷയ്ക്ക് വേണ്ടിയാ ഞാൻ നിന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് വന്നത്. മമ്മി വന്നതാ ആകെ പ്രശ്നമായത്, എനിക്ക് കൂടി അവിടെ നിൽക്കാൻ പറ്റാതെ ആയെന്ന് ഐശ്വര്യ പറയുമ്പോൾ സുരഭി പറയുകയാണ്, നിന്റെ അമ്മയല്ലേ, അപ്പോൾ അതിൻ്റെതായ വെയിറ്റൊക്കെ ഇട്ട് നിൽക്കണ്ടായിരുന്നോ? ഇഷ്ടിക നിറച്ച പെട്ടിയും അമ്മയുടെ ജാടയും അതൊക്കെ എനിക്ക് തിരിച്ചടി കിട്ടിയതെന്ന് ഐശ്വര്യ പറയുന്നു. ആ ശ്യാമയ്ക്ക് അതിബുദ്ധിയാണ്, അതുകൊണ്ടായിരിക്കാം അവള് അവസാനമെല്ലാം എറിഞ്ഞുടച്ചത്. ദേ ഐശ്വര്യേ, നീ കാണിച്ച ബുദ്ധിമോശത്തിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഞാനേ മിസ് കേരളയാ എന്ന് ഐശ്വര്യ പറയുമ്പോൾ മണ്ടിയായി നിന്നെ മിസ് കേരള ആക്കിയതേ എൻ്റെ കഴിവാണെന്ന് സുരഭി പറയുന്നു. എൻ്റെ പണം കൊണ്ട് മാത്രമാ നീ മിസ് കേരള ആയത്. അപ്പോൾ മമ്മി പറയുന്നത് എനിക്ക് കഴിവൊന്നുമില്ലെന്നാണോ? അതെടി, ആ ശ്യാമയ്ക്ക് മുന്നിലെ നീ ഒന്നുമല്ല, നീയേ മരമണ്ടിയാ, മരക്കഴുതയാ. ഞാൻ മണ്ടിയാണല്ലേ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടെന്ന് പറഞ്ഞ് അവിടെയുള്ള പാത്രങ്ങളെല്ലാം ദൂരേക്ക് എറിയുകയാണ് ഐശ്വര്യ. ദേ ഐശ്വര്യ, ഇതൊക്കെ എറിഞ്ഞു കളഞ്ഞാലേ ഉച്ചയ്ക്ക് നിനക്കിവിടെ ഒന്നും തിന്നാൻ കാണില്ല. ഇത് കേൾക്കുന്ന ഐശ്വര്യ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എങ്ങനെ കഴിഞ്ഞതാ ഞാൻ? ഇപ്പോൾ എൻ്റെ ജീവിതം ഇങ്ങനെ കുപ്പക്കുഴിയിലായല്ലോ. മിസ് കേരളയായിരുന്ന ഞാനാ ഇപ്പോൾ എൻ്റെ ഗതി കണ്ടില്ലെന്നൊക്കെ ഐശ്വര്യ പറയുമ്പോൾ സുരഭി മനസ്സിൽ പറയുകയാണ്, എൻ്റെ ദൈവമേ, ഇപ്പോഴേ ഇവൾ ഇങ്ങനെയാണെങ്കിൽ കയ്യിലെ പൈസ തീരുമ്പോൾ ഞാൻ ഇവളെ എങ്ങനെ മാനേജ് ചെയ്യും? പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ്. ശ്രീകുട്ടിക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് അരുൺ അശ്വതിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അരുണിനെ കാണുമ്പോൾ ശ്രീകുട്ടിക്കും അശ്വതിക്കും സന്തോഷമാകുന്നു. അമ്മ അകത്തുണ്ടെന്ന് അശ്വതി പറയുമ്പോൾ വനജ അങ്ങോട്ടേക്ക് വരികയാണ്. മുത്തശ്ശി എന്തിനാ അരുണങ്കിളിനെ വഴക്കു പറയാനാണോ വീണ്ടും വന്നത്? എൻ്റെ അരുണങ്കിളിനെ ആരും വഴക്കു പറയാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് ശ്രീകുട്ടി പറയുന്നു. അരുണങ്കിളിനെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാ, മുത്തശ്ശി വഴക്കു പറയും എന്ന് കരുതിയ അമ്മ ഇങ്ങനെ നിൽക്കുന്നത്. അങ്കിളെ, അങ്കിൾ ഇവിടെ ഇരുന്നു, അങ്കിളിനെ ആരും ഒന്നും പറയില്ലെന്ന് ശ്രീകുട്ടി പറയുന്നു. തുടർന്ന് അരുൺ വനജയുടെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, അമ്മേ, അമ്മയുടെ മനസ്സ് എനിക്ക് മനസ്സിലാകും. ഞാൻ ഇതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ലമ്മേ. എല്ലാം യാദൃശ്ചികമായി മാത്രമാ സംഭവിച്ചത്. ഇവിടുത്തെ ബുദ്ധിമുട്ടുകളെല്ലാം ഞാൻ നേരത്തെ തന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു. അമ്മേ, അമ്മ ഈ കാശ് വാങ്ങണം. എൻ്റെ മകളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അമ്മയുടെ സ്വന്തം മകൻ തരുന്നതായി കണ്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ട് കെട്ടെടുത്ത് വനജയ്ക്ക് നേരെ നീട്ടുകയാണ് അരുൺ. ഇനി ഇവിടെ എന്താവശ്യമുണ്ടെങ്കിലും അമ്മ എന്നോട് വേണം പറയാൻ, അല്ലാതെ പുറത്താരോടും പറയണ്ടെന്നും അരുൺ പറയുന്നു. അങ്ങനെ അരുണിന്റെ നിർബന്ധങ്ങൾക്ക് വഴങ്ങി വനജ ആ പണം വാങ്ങുകയാണ്. അറിയാതെ ആണെങ്കിൽ പോലും ഞാൻ അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മയോട് ക്ഷമ ചോദിക്കുന്നെന്ന് അരുൺ പറയുമ്പോൾ വനജ പറയുകയാണ്, മോനെ, ഞാൻ ആ സമയത്തെ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാ. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർത്തപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. സാരമില്ലമ്മേ, എനിക്ക് അമ്മയുടെ മനസ്സൊക്കെ മനസ്സിലാകുന്നുണ്ട്. നമുക്ക് പഴയതൊക്കെ മറക്കാം. അഭിയെയും ശ്രീകുട്ടിയെയും എൻ്റെ ഒപ്പം എന്ന് കൊണ്ടുപോകാം എന്ന് അമ്മ ചോദിച്ചില്ലേ? ഇനി അതിന് അധികം താമസമൊന്നും ഉണ്ടാകില്ല. ചെറിയ ചില തടസ്സങ്ങൾ മാത്രം, അതൊക്കെ ഞാൻ എത്രയും പെട്ടെന്ന് നീക്കുന്നുണ്ട്. അത്രയും പറഞ്ഞ് ശ്രീകുട്ടിക്ക് ഉമ്മ കൊടുത്ത് ചേർത്ത് പിടിക്കുകയാണ് അരുൺ. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ഐശ്വര്യയുടെ കാര്യങ്ങളെല്ലാം ഓർത്ത് ദേഷ്യത്തോടെ നിൽക്കുകയാണ് വസുന്ധര. അതേസമയം ശ്യാം അങ്ങോട്ടേക്ക് ചെന്നിട്ട്, അമ്മ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് ചോദിക്കുന്നു. എനിക്ക് വിശപ്പില്ല മോളെ, എന്തോ ആകെ തകർന്നതുപോലെയാ തോന്നുന്നത്. അരുണിനോടും ഈ കുടുംബത്തോടും ഐശ്വര്യ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ മനസ്സിൽ പോലും കരുതിയിട്ടില്ല. അതൊക്കെ ശരി തന്നെ അമ്മേ, പക്ഷെ അമ്മ ഇനിയും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അറിയാം മോളെ,
പക്ഷേ എന്തോ ഈ സംഭവം എൻ്റെ മനസ്സിനെ ആകെ അങ്ങ് ഉലച്ചു കളഞ്ഞിരിക്കുകയാണ്. എൻ്റെ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ഐശ്വര്യ തകർത്തത്. സൗന്ദര്യത്തിന് വേണ്ടി മാതൃത്വമല്ലേ അവള് ബലി കഴിപ്പിച്ചത്. അവളൊക്കെ ഒരു സ്ത്രീയാണോ എന്നൊക്കെ ചോദിച്ച് വിഷമത്തോടെ നിൽക്കുകയാണ് വസുന്ധര. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.